നിയോൺ ട്രസ്റ്റ് ബാങ്കിന്റെ മാനേജർ വളരെ അസ്വസ്ഥനായിരുന്നു എന്ന്. കുറച്ചു ദിവസങ്ങളായി അദ്ദേഹത്തെ ആരോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ 4 ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിച്ചു. $6 മില്യൺ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത്. ഇത് ലഭിച്ചില്ലെങ്കിൽ തന്റെ വീട് ബോംബ് വെച്ച് കത്തിക്കുമെന്നായിരുന്നു ഭീഷണി. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ജാപ്പനീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കവർച്ചയെ കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക്. 1968 ഡിസംബർ 10 ടോക്കിയോ. അന്ന് രാവിലെ നല്ല രൂപത്തിൽ തന്നെ അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നിയോൺ ട്രസ്റ്റ് ബാങ്കിന്റെ മാനേജർ വളരെ അസ്വസ്ഥനായിരുന്നു എന്ന്. കുറച്ചു ദിവസങ്ങളായി അദ്ദേഹത്തെ ആരോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ 4 ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിച്ചു. $6 മില്യൺ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത്. ഇത് ലഭിച്ചില്ലെങ്കിൽ തന്റെ വീട് ബോംബ് വെച്ച് കത്തിക്കുമെന്നായിരുന്നു ഭീഷണി. സിനിമാ മാസികകളിൽ നിന്ന് മുറിച്ചെടുത്ത അക്ഷരങ്ങൾ കൊണ്ടായിരുന്നു ഇത് എഴുതിയിരുന്നത്. മാനേജർ ഉടനെ തന്നെ ഇത് പോലീസിനെ അറിയിച്ചു. അങ്ങനെ ബാങ്ക് മാനേജറുടെ വീട് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. മാനേജർ ഇക്കാര്യം ബാങ്കിലെ ജീവനക്കാരുമായി പങ്കുവച്ചു. എങ്കിലും അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായിരുന്നു. ബാങ്കിലെ മാനേജർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കുക വളരെയധികം പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജോലിയിൽ തുടർന്നു. അങ്ങനെ ഒരു ദിവസം ഷെഡ്യൂൾ ഡ്രോപ്പ് ചെയ്യുന്നതിനായി തന്റെ 4 ജീവനക്കാരെ അടുത്തുള്ള തോപ്ഷിബ ഫാക്ടറിയിലേക്ക് മാനേജർ അയക്കുന്നു. എന്നാൽ ബാങ്ക് വിട്ട് അധികം താമസിക്കാതെ തന്നെ ഒരു പോലീസ് ഹയറൻ അവരെ പിന്തുടരുന്നതായി അവർക്ക് മനസ്സിലായി. അദ്ദേഹം തന്റെ ബൈക്ക് കാറിന് മുന്നിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നിർത്തി ഒരു മുന്നറിയിപ്പ് നൽകി. ബാങ്ക് മാനേജറുടെ വീട് ബോംബ് വെച്ച് തകർത്തിരിക്കുന്നു. ധാരാളം പേർക്ക് പരിക്കുണ്ട്. പോലീസ് ഇത്രയും അധികം കരുതലെടുത്തിട്ടും അത് സംഭവിച്ചു. പക്ഷേ അത് അവിടെ തീർന്നില്ല. ഭീഷണികൾ പിന്നെയും ഉയർന്നു വന്നു. ബാങ്കും ബാങ്കിലെ ജീവനക്കാരും അപകടത്തിലാണ്. പ്രത്യേകിച്ച് ബാങ്കിന്റെ ലോഗോ അടങ്ങിയ കാറുകൾ. ഓഫീസർ കാർ സർച്ച് ചെയ്യുവാൻ ആരംഭിക്കുന്നു. കാറിന്റെ അടിവശം സെർച്ച് ചെയ്യുന്നു. എന്നാൽ സെർച്ചിങ് പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ കാറിന്റെ ഉൾവശത്ത് നിന്ന് പുകയും ചെറിയ തീജ്വാലയും വരുന്നത് ബാങ്ക് ജീവനക്കാരന്റെ ഒരാൾ കണ്ടു. ഉടനെ തന്നെ ഇവർ എല്ലാവരും പരമാവധി വേഗത്തിൽ ഓടാൻ തുടങ്ങി. അങ്ങനെ ബാങ്ക് ജീവനക്കാർ ഒരു മതിലിന് പിറകിലെത്തി. അവിടെ നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. അരമണിക്കൂർ കഴിഞ്ഞു, ഒരു സ്ഫോടനവും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ ചെറിയ രൂപത്തിലൊന്ന് തിരിഞ്ഞു നോക്കി. അവരുടെ കമ്പനിയുടെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. കൂടെ ആ പോലീസ് ഓഫീസറും. സുരക്ഷയ്ക്കായി അദ്ദേഹം കാർ മാറ്റിയോ? എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഇവർ ബാങ്കിലേക്ക് വിളിച്ചു. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്തത് ബാങ്ക് മാനേജർ തന്നെയായിരുന്നു. മാനേജർ പറഞ്ഞത് ഒരു ഞെട്ടലോടെയായിരുന്നു ഇവർ കേട്ടത്. അവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മാനേജറുടെ വീട് വളരെ സുരക്ഷിതമാണ്. എല്ലാം ശാന്തമായപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് തന്നെ മനസ്സിലായി. കഴിഞ്ഞ ഒരു മാസമായി ഈ നിമിഷത്തിന് വേണ്ടിയുള്ള ആസൂത്രണമായിരുന്നു കുറ്റവാളി നടത്തിയിരുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ചെത്തിയ അദ്ദേഹം ഇപ്പോൾ 523 ദോഷിക ജീവനക്കാരുടെ ബോണസ് പോയിന്റുമായിട്ടാണ് കടന്നു കളഞ്ഞത്. മോഷ്ടിച്ച തുകയാവട്ടെ $6 മില്യൺ. അതെ, അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ട അതേ $6 മില്യൺ. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് 120ഓളം തെളിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അവയെല്ലാം കേസിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ തെളിവുകളായിരുന്നു. 6 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നേ വരെ ആ കുറ്റവാളിയെ കണ്ടുപിടിച്ചിട്ടില്ല. ജാപ്പനീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കവർച്ചയാണിതെന്ന് ചിലർ പറയുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നതെന്ന് കമന്റ് ഇടുക. ഇതുപോലത്തെ വീഡിയോകൾ കാണാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.